ഏറ്റവും കൂടുതൽ തേൻ ചുരത്തുന്ന, ഏറ്റവും കൂടുതൽ പൂ വിരിയുന്ന പൂക്കുല ഏത്? ദിവസങ്ങളോളം പൂക്കൾ വിരിയുന്ന പൂക്കുല ഏത് എന്ന് ചോദിച്ചാൽ അത് കവുങ്ങിൻ പൂക്കുലയാണ്. സത്വഗുണത്താൽ വിരിഞ്ഞ പൂക്കുല, അതാണ് കവുങ്ങിൻ്റെ പൂക്കുല. ആ കവുങ്ങിൻ്റെ പൂക്കുല ഇല്ലെങ്കിലോ കാവിലെ പൂജ പൂർണ്ണമാവുകയില്ല. പിന്നെയോ രജോ ഗുണത്താൽ തെളിഞ്ഞ പാല്. മറ്റു പല ജീവജാലങ്ങളെയും കാവിൽ കുടിയിരുത്താനായിട്ട് വീണ്ടും പുനർപ്രതിഷ്ഠിച്ച് അവിടെ തന്നെ ഇരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പാലഭിഷേകം നടത്തും. രജോ ഗുണം ഉണ്ടെങ്കിലാണ് പാലുണ്ടാവുകയുള്ളൂ. ആ രജോ ഗുണത്താൽ തെളിഞ്ഞ പാലും പിന്നെയോ തമോ ഗുണത്താൽ, മണ്ണിൻ്റെയും ജലത്തിൻ്റെയും ഗുണമാണ് തമോ ഗുണം. ആ തമോ ഗുണത്താൽ വിളഞ്ഞ മണ്ണിൻ്റെ മണമുള്ള, മണ്ണിൻ്റെ വർണ്ണമുള്ള, ആ സ്വർണ്ണവർണ്ണമുള്ള മഞ്ഞൾ. ഇത് മൂന്നുമാണ് ജീവജാലങ്ങളെ കുടിയിരുത്താനായിട്ട് കാവുകളിൽ ഉപയോഗിക്കുന്നത്. മണ്ണിനെ റീചാർജ് ചെയ്യാനും റീഫ്രഷ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ത്രിഗുണത്തിലുള്ള ഇത് മൂന്നും ഉപയോഗിക്കുന്നത്.